ഡിസംബർ മാസമാണ്. ഡിസംബർ മാസത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മറ്റൊരു ചിത്രം ലാലേട്ടൻ നായകനാകുന്ന വൃഷഭ എന്ന സിനിമയാണ്. നന്ദകിഷോറാണ് സിനിമയുടെ സംവിധായകൻ. വൃഷഭ ലാലേട്ടന് വളരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും വൃഷഭയ്ക്ക് ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടോ ഹൈപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയത്തുള്ളൂ. കാരണം മോഹൻലാൽ ആരാധകർ പോലും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമ ബബ്ബയാണ്, വൃഷഭയല്ല. അത് നമ്മൾ പല പല പോളുകളിലും നിന്നൊക്കെ ആളുകളുടെ പൾസ് മനസ്സിലാവും. ബബ്ബ അങ്ങനെ റിലീസിനെത്തി. ബബ്ബ ഇപ്പോൾ പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ കൂപ്പുകുത്തൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഡിസംബർ മാസം കഴിഞ്ഞ് കുറച്ച് വർഷമായിട്ട് ലാലേട്ടൻ അത്ര നല്ല മാസമൊന്നുമല്ല. കാരണം പല പല സിനിമകളും ബ്രഹ്മാണ്ഡ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമകളൊക്കെ തന്നെ തിയേറ്ററുകളിൽ പരാജയമാവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തുടങ്ങാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു ഹർത്താൽ ദിവസമാണ്. പാല്, പത്രം, ഒടിയൻ എന്നിവ മാത്രം ഒഴിവാക്കപ്പെട്ട ആ ഹർത്താൽ ദിവസം രാവിലെ 4 മണിക്കുള്ള ഫാൻ ഷോ. എത്ര? 4 മണിക്കുള്ള ഫാൻ ഷോയ്ക്ക് ഉറങ്ങാതെ തിയേറ്ററിൽ കാത്തിരുന്ന് മലയാള സിനിമ അന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ഹൈപ്പിൽ റിലീസ് ചെയ്ത ഒടിയനായി മാറുന്ന മോഹൻലാലിൻ്റെ വിസ്മയം കാണാൻ 4 മണിക്ക് കാത്തിരുന്ന ജനങ്ങൾ. VA ശ്രീകുമാർ മേനോൻ എന്ന ആഡ് ഫിലിം ഡയറക്ടർ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന മലയാള സിനിമ. ദേവാസുരത്തിൽ നരസിംഹത്തിനുണ്ടായ മകനാണ് ഒടിയൻ എന്നുൾപ്പെടെ തിയേറ്ററിൽ നിന്ന് നെഞ്ചു വിരിച്ചിറങ്ങി വരാമെന്നുള്ള സംവിധായകൻ്റെ വാക്കുകൾ കേട്ട് ഉറക്കം പോലും കളഞ്ഞ് ലാലേട്ടൻ എന്ന താരരാജാവിനെ കാണാൻ വേണ്ടി ആരാധകർ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയ നിമിഷം 2.5 മണിക്കൂർ പിന്നിടുന്നു. ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ മോശം അഭിപ്രായവുമായി ഒടിയൻ മാറുന്നു. എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്, ലാലേട്ടൻ എന്താണ് പ്രശ്നം തുടങ്ങി നിരവധി വിമർശനങ്ങൾ മോഹൻലാലിനെ നേരിടേണ്ടി വന്നു. ആ സിനിമയ്ക്ക് ബോട്ടോക്സ് ഉൾപ്പെടെയുള്ള നേരിടേണ്ടി വന്ന ലാലേട്ടൻ്റെ മുഖം തന്നെ പിന്നീട് കാണാൻ മലയാളി പ്രേക്ഷകർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്റ്റേച്ചറിലേക്ക് ആ പൗരുഷമുള്ള മുഖം മാറി എന്നതുപോലും ആ സംവിധായകനായ VA ശ്രീകുമാർ മേനോനെ സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ്ങും ചേർന്ന് പൊങ്കാലിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിറങ്ങിയത് ഒരു ഡിസംബർ മാസത്തിലാണ്. ആ ഡിസംബർ മാസത്തിലാണ് ഒടിയൻ പരാജയപ്പെടുന്നത്. കട്ടു മരക്കാർ അറബിക്കടലിലെ സിനിമ ഡിസംബർ 2-ാം തീയതി റിലീസിനെത്തിയ സിനിമ. പ്രിയദർശൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കുഞ്ഞാലി മരക്കാറായി എത്തിയ സിനിമ. ഒരുപക്ഷെ അതും ഭയങ്കരമായ ഭീകര ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ആ സിനിമ നിർമ്മിച്ചത്. ആ സിനിമ അത്ര വലിയ ഭീകര ഹൈപ്പിലാണ് ഇറങ്ങിയതെന്ന് ആലോചിക്കണം. താരനിര എന്ന് പറഞ്ഞാൽ വലിയ വമ്പൻ താരനിരയാണ്. അത്രയും വലിയ താരനിരയിൽ അർദ്ധരാത്രി 12 മണിക്കുള്ള ഫാൻ ഷോ. 4 മണിയുമല്ല, 12 മണി. അതായത് രാത്രി ഒന്നും ഉറങ്ങിയില്ല, നേരെ രാത്രി പോയി തിയേറ്ററിൽ പോയിരുന്നു. ആ പടത്തിൻ്റെ റൺ ടൈം കഴിയുന്നു. തിയേറ്റർ റെസ്പോൺസിന് വേണ്ടി കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഉറക്കച്ചടവോടുകൂടി ആരാധകർ വന്ന് തെറി വിളിച്ചത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതാണ് മറ്റൊരു ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്ത ലാലേട്ടൻ സിനിമ കട്ടു. 2024 ബറോസ്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, കുട്ടികൾക്ക് വേണ്ടിയിട്ടെടുത്ത ഒരു 3D സിനിമ. 2024 ലാലേട്ടൻ ഒരു പക്ഷേ 2 സിനിമകൾ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് 2024 ജനുവരി മാസത്തിൽ റിലീസ് ചെയ്ത ഏറ്റവും വലിയ ഹൈപ്പിൽ, ഒരു പക്ഷേ ഒരു ബ്രഹ്മാണ്ഡ ഹൈപ്പിലൊക്കെ റിലീസ് ചെയ്ത ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയായിരുന്നു. ദേ കിടക്കുന്നു ജനുവരി മാസത്തിൽ തന്നെ ആ സിനിമ താഴെ. സംവിധായകൻ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ എന്താണ് ആ സിനിമയിൽ നിന്ന് ഉദ്ദേശിച്ചതുപോലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് ആ സിനിമ മാറി എന്നത് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാക്കി കാണും. ഡിസംബർ മാസത്തിൽ ബറോസ് വന്നപ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. തിയേറ്ററുകളിൽ കൂവലോടുകൂടിയാണ് പ്രേക്ഷകർ ആ സിനിമയെ സ്വീകരിച്ചത്. പിന്നീട് ഉൾപ്പെടെ പല ട്രോളുകളും ഒക്കെയായിട്ട് ആ സിനിമ മാറി. ലാലേട്ടൻ ഒരു പക്ഷേ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ അബദ്ധമായിട്ട് പോലും ബറോസ് തോന്നിക്കാണാം. ഒരു പക്ഷേ, കാരണം തിയേറ്ററിൽ അത്ര പരാജയമായിരുന്നു. കട്ടു 2025 ഡിസംബർ. ലാലേട്ടനെ ഏറ്റവും കൂടുതൽ കാണേണ്ട രീതിയിൽ കാണണമെന്ന് വിചാരിച്ചിരുന്ന ഗില്ലി ബാല എന്ന കഥാപാത്രവുമായിട്ട് ബബ്ബ എന്ന സിനിമയിൽ ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്നു. ആദ്യത്തെ ദിവസവും ആദ്യത്തെ ഷോയിലുമൊക്കെ ഫാൻസുകാർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ബുക്കിംഗ് കിട്ടിയിട്ടില്ല എന്നത് വേണം പറയാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബബ്ബ മാറുകയാണ്. ബുക്കിംഗ് ഇപ്പോഴും കുറവാണ്. പക്ഷേ ലാലേട്ടൻ തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന വൃഷഭ എന്ന സിനിമ ഡിസംബർ 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ലാലേട്ടൻ ഒരു പക്ഷേ ആ സിനിമ ഭയങ്കര ക്ലോസ് ടു ആട്ടാന്ന് ലാലേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സിനിമയ്ക്ക് ഇതേ രീതിയിലുള്ള ഗതി ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ലാലേട്ടൻ ഒരുപക്ഷെ ഗോൾഡ് അടിക്കാം, ജാക്ക്പോട്ട് അടിക്കാം, ഒരുപക്ഷെ തകരാം. വലിയ പ്രതീക്ഷ പക്ഷേ ലാലേട്ടൻ ആരാധകർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതീക്ഷയുടെ കൊടുമുടിയൊന്നും കഴിഞ്ഞ ഈ സിനിമകളുടെ ഉദാഹരണം പോലെയൊന്നും മാറാൻ പോകുന്നില്ല എന്നത് വ്യക്തം. അതുകൊണ്ട്
ഏകദേശം കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് ലാലേട്ടൻ കെൻ സ്ട്രൈക്ക്, അതൊരു നല്ല സ്ട്രൈക്ക് ആയിരിക്കും എന്നതുകൂടി പറയേണ്ടി വരികയാണ്. കാത്തിരിക്കുകയാണ് വൃഷഭയ്ക്കായി എന്താകുമെന്ന് അറിയാം.